വലിയ തിരക്കുകളൊന്നും പെടാത്ത ഒരിടത്ത് പ്രകൃതിയെ നോക്കി ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് ഞങ്ങൾക്ക്. മറ്റെന്തിനേക്കാളും മനസ്സിന് കുറേയേറെ പീസ്ഫുൾ ആക്കുന്ന ഒന്നാണത്. അതുകൊണ്ട് തന്നെ ഹോളിഡേയ്സിൽ ഞങ്ങളെ ഔട്ടിങ്ങൊക്കെ എത്തിപ്പെടാറുള്ളത് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ സൺഡേ ദോഹയിലെ മിയ പാർക്കിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. രാവിലത്തെ ഓൺലൈൻ ക്ലാസ് ഒക്കെ തീർത്ത് ഉച്ച കഴിഞ്ഞാണ് ഞാനും പൊന്നും ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ. പലയിടത്തും പോകാൻ പ്ലാനൊക്കെ ഇട്ടെങ്കിലും ബസ് കയറി നേരെ മുഷബിലെത്തിയിട്ട് അവിടെ ചെന്ന് ഫൈനലൈസ് ചെയ്യാനായി. അവസാനം അവിടെ നിന്ന് ഒരു ഊബർ എടുത്തു നേരെ മിയ പാർക്കിലേക്ക് വിട്ടു. പൊന്നും അങ്ങോട്ടേക്ക് പോയിട്ടില്ല കേട്ടോ ഇതുവരെ. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എപ്പോൾ വന്നാലും ഇവിടെ വളരെ തിരക്കുറവാണ്. അതുപോലെ ആൾക്കൂട്ടത്തിന്റെ ബഹളമോ ഒന്നും ഉണ്ടായില്ല. നമുക്കിപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് നടക്കാനുണ്ട്. ഉച്ചയ്ക്ക് വയറ് നിറയെ കഴിച്ചുകൊണ്ടാണെന്ന് തോന്നും നടക്കാനൊക്കെ ഒരു മടിയുണ്ട്. എന്തായാലും നടക്കാൻ വയ്യ. ഇവിടെ ബഗ്ഗി അവൈലബിൾ ആണ്. നമുക്ക് അതിൽ കയറി അങ്ങോട്ട് യാത്രയാവാം. അപ്പോൾ ഞങ്ങൾ യാത്രയാവുകയാണ് കൂട്ടുകാരെ. നിങ്ങളത് കാണുന്നുണ്ടോ? കരയിൽ നിന്നിട്ട് കടലിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വളച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. വളരെ വിശാലമായിട്ടുള്ള പാർക്കുകളും കുട്ടികൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള കളിസ്ഥലങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. കടലിലേക്ക് ഇങ്ങനെ ഇറങ്ങി കിടക്കുന്നത് കൊണ്ട് തന്നെ ഫുൾ ടൈം നല്ല കാറ്റാണ്. സത്യം പറഞ്ഞാൽ ഒന്ന് ഉറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. ഇവിടെ 1-2 ക്യാൻറ്റീൻസും കോഫി ഷോപ്സൊക്കെ കാണുന്നുണ്ട്. ചെറിയൊരു ഡയറ്റിലായതുകൊണ്ട് ആ ഏരിയയിലേക്കൊന്നും നോക്കണ്ടെന്നാണ് പൊന്നൂൻ്റെ കൽപ്പന. പിന്നെ ഓൾറെഡി കുമ്പ നിറച്ചിട്ടാണല്ലോ ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. സമയം 4 മണി ആയിട്ടേ ഉള്ളൂ. ഈ സ്ഥലം അപ്പോൾ പൊന്നൂന് ഏറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒന്ന് സമാധാനമായിട്ട് ബഹളമൊന്നുമില്ലാതെ വായി തോന്നിയതൊക്കെ പറഞ്ഞിരിക്കാൻ ഒരിടം. എന്ത് രസമാണെന്നോ ഇങ്ങനെ സംസാരിച്ച് എത്ര മണിക്കൂർ വേണമെങ്കിലും ഞങ്ങൾ ഇരിക്കും. അങ്ങനെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. സ്ഥലം ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഒരു ഡാൻസ് റീൽ എടുത്തേ പറ്റുമെന്നായി പൊന്നു. വലിയ പ്രിപ്പറേഷൻസ് ഒന്നുമില്ല. പിന്നെ നമുക്കെന്ത് പ്രിപ്പറേഷൻസ് അല്ലേ. എന്തായാലും സമ്മതം മൂളി ഫോട്ടോ എടുക്കൽ ചടങ്ങുകൾ ആരംഭിച്ചു. ഇതിന് പിന്നെ ഒരു പഞ്ഞമില്ലല്ലോ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അങ്ങനെ കിടക്കട്ടെ കുറച്ച് മെമ്മറീസ്. അപ്പോൾ ഈ സ്ഥലം മിയ പാർക്ക്, മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ടിൻ്റെ പരിസരത്തുള്ളൊരു സ്ഥലമാണിത്. ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഓപ്പോസിറ്റ് കാണുന്നതാണ് ആ മ്യൂസിയം. ഒരിക്കൽ നമുക്ക് അങ്ങോട്ടും കൂടെ ഒന്ന് പോകാം കേട്ടോ. ഇതിന് ചുറ്റും ദോഹ സിറ്റിയാണ്. സിറ്റിയുടെ കയ്യെത്തും ദൂരത്താണെങ്കിലും ആ സിറ്റിയുടെ തിരക്കുകൾക്കൊന്നും പിടികൊടുക്കാതെ മാറി നിൽക്കുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ നിങ്ങൾക്കൊരു സ്തൂപം കാണാം. ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഇത് അമേരിക്കൻ ശില്പിയായിട്ടുള്ള റിച്ചാർഡ് സെറ നിർമ്മിച്ച 80 അടിയോളം പൊക്കമുള്ള നിർമ്മിതിയാണ്. ഇസ്ലാമിക സംസ്കാരത്തിൽ 7 എന്ന് പറയുന്ന നമ്പറിന് വളരെ പ്രാധാന്യമുണ്ട്. സോ അതിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് 7 സ്റ്റീൽ പ്ലേറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ കാഴ്ച കാണാൻ നല്ല രസമുണ്ട്. നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഒരാളെ മുന്നിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വലിപ്പം നമുക്ക് അറിയാൻ പറ്റും. ഇവിടുത്തെ ഈ ഒരു സ്പോട്ടിൽ നിന്നിട്ട് നിങ്ങൾ സ്വയം ഒന്നൊരു 360 റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ദോഹ സിറ്റിയുടെ ഏകദേശം ഒരു 90% കാണാൻ പറ്റും കേട്ടോ. കടലും വലിയ കെട്ടിടങ്ങളും കപ്പലുകളും ബോട്ടുകളും ഈ ആകാശവും ഒക്കെ നോക്കി എത്ര നേരം വേണമെങ്കിൽ നോക്കി നിന്ന് പോകും. എന്തായാലും ഇപ്പം നമുക്ക് വളരെ സമയമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് പോകുന്നതിന് മുമ്പായിട്ട് നേരത്തെ പറഞ്ഞ ഡാൻസ് റീൽ എടുക്കണ്ടേ. റാൻഡായിട്ട് കേട്ട ഒരു സോങ് എടുത്തിട്ട് പെട്ടെന്ന് കുറയുകയും ചെയ്തു. ഒരു വീഡിയോ അങ്ങ് എടുത്തു. എന്തായാലും വിഷു വരെയല്ലേ, നമുക്ക് വിഷുവിന് പോസ്റ്റ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുമ്പോൾ എന്തായാലും കുറച്ച് ലേറ്റ് ആവും കേട്ടോ. ആകാശം നല്ല മൂടിക്കെട്ടി നിൽക്കുകയാണ്. അതുകൊണ്ട് സൺസെറ്റ് എന്തായാലും പ്രതീക്ഷിക്കേണ്ട. വെളിച്ചം പതിയെ കുറഞ്ഞു വരുവാണ്. അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടല്ലോ അമ്പലച്ചുംബികളായ ആ കെട്ടിടങ്ങളിലൊക്കെ ഇങ്ങനെ പതുക്കെ ലൈറ്റുകളൊക്കെ മിന്നി തുടങ്ങിയിട്ടുണ്ട്. സമയം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരുപാട് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നില്ല. ഇരട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം കൂടി ഈ കാറ്റൊക്കെ കൊണ്ടുവിടെ ഇരുന്നിട്ട് നമുക്കങ്ങ് യാത്രയാവാം. ഉണ്ണികൾക്ക് വിശന്നു തുടങ്ങിയിരിക്കണു. എന്നാൽ പിന്നെ ഗോകുൽ റെസ്റ്റോറൻറ്റിലേക്ക് വിട്ടാലോ എന്നായി. കുറച്ച് നാളായി ആക്ച്വലി ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട്. നേരത്തെ പറഞ്ഞ ഡയറ്റിംഗ് പ്ലാനൊക്കെ ആയതുകൊണ്ട് കഴിഞ്ഞ 1 മാസമായിട്ട് ഞങ്ങൾ ഡിന്നറൊക്കെ ഏകദേശം ഒരു 6:30-7 മണിയോടുകൂടി തന്നെ കഴിച്ചു കഴിഞ്ഞിരിക്കും. അപ്പോൾ എന്തായാലും സമയം കളയാനില്ല. നമുക്ക് നേരെ ഒരു യൂബർ എടുത്ത് നേരെ ഗോകുലിലേക്ക്. സോറി ഗൈസ്, കഴിക്കുന്ന തിരക്കിൽ ആക്ച്വലി വീഡിയോ ഒക്കെ എടുക്കാൻ വിട്ടു. കഴിയാറായി. ഞങ്ങളുടെ ഫേവററ്റ് അറിയാലോ, പൊന്നൂന് നല്ല നാടൻ ഗുജറാത്തി താലി, ഞാൻ പാവ് ഭാജിയും പിന്നെ നല്ല 2 സമൂസയും ഒരു മസാല ടീയും എടുത്തു. എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്കില്ല, ബസ് കയറി നേരെ മെയിൻ റോഡ് ഇറങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് നടന്നിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് കയറും. അപ്പോൾ മറ്റു വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും ഒരു സൺഡേയിൽ മറ്റൊരു വീഡിയോയിൽ കാണാം. ഒരുപാട് ഇഷ്ടത്തോടെ.